ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇനി നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൺ ത്രെഡ്സും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോട്ടൺ ത്രെഡ്സ് ആങ്കറിൻ്റെയോ നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെയാണോ ഉള്ളത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ സിൽക്ക് ത്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്, കാരണം സിൽക്ക് ത്രെഡ് പുതിയതായതുകൊണ്ട് ഞാനത് പാക്കറ്റ് പൊട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ കോട്ടൺ ത്രെഡ്സിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നീഡിൽ നമ്പർ 5 അല്ലെങ്കിൽ നീഡിൽ നമ്പർ 1 എടുക്കുക, അല്ലെങ്കിൽ 8 എടുക്കുക, ആ ഒരു സൈസ് എടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു വൈറ്റ് കളറിലെ പേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഒരു നൂല് കൊണ്ട് മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, ഫ്ലവർ മാത്രം ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടൊന്ന് റഫായിട്ടൊന്ന് ചെയ്യുക കേട്ടോ. റഫായിട്ടാണേ ചെയ്യുന്നത്, ഇതേപോലെ നിങ്ങൾ ആരും സ്റ്റെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കരുത്. ഞാൻ കാണിച്ചു തന്നെന്നും പറഞ്ഞുകൊണ്ടൊന്നും ചെയ്യരുത്, കാരണം നെക്കൊക്കെ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പം ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള റഫായിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നെക്ക് ഞാൻ ആ രീതിയിൽ വരച്ചത്. ഇനിയും തരുന്ന മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റാക്കി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നെക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ അളവിൽ, ചിലർക്ക് നെക്കിൻ്റെ വൈഡ് നെക്ക് വേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ യു നെക്ക് വേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ വി നെക്ക് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നെക്ക് മെഷർമെൻറ്റ്സ് പറയാത്തത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, സെൻറ്ററിൻ്റെ അവിടുന്ന് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോട്ട്സ് നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 11 ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ. 11 ഇഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചോളം നിങ്ങൾക്ക് എടുക്കാം. അതായത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് ഞാൻ 11 ഇഞ്ച് എടുക്കുവാണ്. അതല്ല, ആ നെക്കിൻ്റെ അവിടുന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി അതിന് ശേഷം ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഷോൾഡർ ഒരു 2 ഇഞ്ച് എടുക്കുക. ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. 2 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ആ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം 11 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഡോട്ട്സ് കൊടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഒന്ന് ഡാർക്ക് ആക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതായത് ആ ഒരു സൈഡ് ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമാണ് വന്നിരിക്കുന്നത്. നടുക്ക് ആ സെൻറ്ററിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഷോൾഡർ ഡിസൈനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെൻസിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കുറച്ച് റൗണ്ട്സ് വരച്ചു കൊടുക്കുക. അത് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ മെറ്റീരിയലിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ റൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മെറ്റീരിയലിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള അളവുകളും കാര്യങ്ങളും എല്ലാം മെറ്റീരിയൽ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മതി ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ കോട്ടൺ ത്രെഡ്സ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്പർ 5 നീഡിൽ എടുക്കുക, നമ്പർ 1 എടുക്കുക, അല്ലെങ്കിൽ നമ്പർ 8 എടുക്കുക. അതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്പർ 6ഉം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് ലേസി ഡേസി സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹമുള്ളവർ നേരെ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് പോവുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റിൻ്റെ അരികത്ത് നിന്ന് വേണം നമ്മളെപ്പോഴും നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ, ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തപ്പോൾ അടിയിലൊന്ന് കുടുങ്ങിയായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കുടുങ്ങിയൊക്കെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വലിച്ചെടുത്ത് അങ്ങനൊന്നും ചെയ്യരുത്. പതുക്കെ വേണം ആ ഒരു എന്താ പറയുക, കെട്ടൊക്കെ വീഴുന്ന, ലോക്കൊക്കെ വീഴുന്നത് പതുക്കെ ഒന്ന് മാറ്റി ഒന്ന് കൊടുത്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സ്പീഡിലൊന്നും ചെയ്യേണ്ട, പതുക്കെ ചെയ്ത് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് ലേസി ഡേസി സ്റ്റിച്ച് എന്നാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈനും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ ഇല്ലേ, കുട്ടികളുടെ ഡ്രസ്സിൻ്റെ എന്താ പറയുക, നെക്കിൻ്റെ ഭാഗത്തൊക്കെ, നെക്കിൻ്റെ ആ ഒരു
കുഞ്ഞൊരു ക്രോപ്പ് ടോപ്പൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ ആ ക്രോപ്പ് ടോപ്പിൻ്റെയൊക്കെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ ഓൾ ഓവറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റിച്ച് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുള്ള ബീഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക്. ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ് കേട്ടോ ഈ ഒരു ഡിസൈന്. അപ്പോൾ നമ്മൾ 4 സൈഡിലേക്കും ഓപ്പോസിറ്റ് 4 സൈഡിലേക്കും നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്ക്, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ, നമുക്കിനി ആ ഗ്യാപ്പാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ 4 സൈഡിലേക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒന്ന് ചെയ്യാൻ പോവാണേ. അപ്പോൾ അതിൻ്റെ അറ്റത്തു നിന്ന് തന്നെ എടുത്ത് തുടങ്ങണം. അതായത് നമ്മൾ ആ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ, അതിൻ്റെ അരികത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 4 സൈഡിലേക്കും നമ്മൾ വീണ്ടും ഈ ലേസി ഡേസി സ്റ്റിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ചെയ്തത് കംപ്ലീറ്റ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങൾ ഇതെല്ലാം ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യണം. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പം നന്നായിട്ട് പഠിച്ചെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ വർക്കുകളൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹൗസ് വൈഫ് ഒരുപാട് പേരുണ്ട്, അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറ്റണില്ല എന്നുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഓരോന്നും എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും, ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ വർക്കുകളും ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഉറപ്പായിട്ട് അത് 100% ഞാൻ ഉറപ്പ് തരുകയാണ്. കാരണം അതുപോലെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ഞാൻ എടുത്തു തരുന്നത്. അപ്പം നിങ്ങൾ അത് കണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. മനസ്സിലായോ? അപ്പം നമ്മളിത് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു വൈറ്റ് കളറുള്ള പേൾസ് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. വൈറ്റ് കളറോ ഗോൾഡൻ കളറോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ സെൻറ്ററിലൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് നോട്ടൊക്കെ നമ്മളെല്ലാം പഠിച്ചതാണ്, അതെല്ലാം നമ്മൾ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താ ഫ്രഞ്ച് നോട്ട് എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. 1 by 1 ആയിട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഓരോന്നും. അപ്പം ഞാനിങ്ങനെ പേരുകൾ മാത്രമേ പറയത്തുള്ളൂ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ കണ്ടോ, ഇതേപോലെ നമുക്ക് ആ ഫ്ലവറില്ലേ മൊത്തത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മൾ ആ റൗണ്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ഇതേ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇനി അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ കുറച്ച് ബീഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബീഡ്സും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ബീഡ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് കളറിലെ പേൾസ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ പേളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരെണ്ണം ഫില്ല് ചെയ്തു, പിന്നെ കുറച്ചും കൂടി നീക്കി ഒരെണ്ണം ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ബീഡ് വർക്ക് ചെയ്യുമ്പോഴൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലതായിട്ട് ലോക്ക് ഇട്ട് കൊടുത്തെങ്കിലേ നല്ല എന്താ പറയുക ഫിക്സായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് പോകും. പ്രത്യേകിച്ച് നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത പേൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെന്തോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനകത്ത് ഗോൾഡൻ ഷുഗർ ബീഡായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പിക്കിനകത്ത് വന്നിരിക്കുന്നത് ഒരു വെള്ള കളറിലെ കുഞ്ഞു ബീഡ്സ് ആട്ടോ, ഷുഗർ ബീഡ്സ് തന്നെ, കുഞ്ഞു ബീഡ്സാണ്. അപ്പം ഞാൻ അതെടുത്തില്ല, അതിന് പകരം ഗോൾഡൻ ബീഡ്സ് എടുത്തു. അതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഷുഗർ ബീഡ്സ് എൻ്റെ ഇരുന്നത്, അത് ഞാൻ എടുത്തില്ല. അതിന് പകരം ഞാൻ ഗോൾഡൻ ഷുഗർ ബീഡ്സ് എടുത്ത് വെച്ചിട്ട് അതിന് ചുറ്റിനും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ബീഡിന് ചുറ്റിനും എത്ര വേണോ അത്രയും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം 8, 9, 10 ബീഡ്സ് എടുക്കുക. അങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ. അത് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ നമുക്ക് എത്ര ബീഡ്സ് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിടിച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കേട്ടോ.
ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം എക്സസ് ആയിട്ട് എന്തെങ്കിലും ഒരെണ്ണം വരും, ഒന്നോ രണ്ടോ എണ്ണം എക്സസ് ആയിട്ട് വരും. എക്സസ് ആയിട്ട് വരുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാമോ? ആ ബീഡ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളിതുപോലെ റൗണ്ട് പിടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടത്തില്ല, കുറച്ചൊന്നോ രണ്ടോ എണ്ണം പൊങ്ങിയിരിക്കും. അപ്പം മനസ്സിലാവും നമുക്ക് അത് അത്രയും ബീഡ്സ് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ദേ ഇത് നമ്മളിപ്പോൾ കറക്റ്റ് ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ 4 സൈഡിലേക്കും 4 5 അല്ലെങ്കിൽ ഓരോ ബീഡ്സിൻ്റെ ഇടയിലേക്കാണെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല ഫിക്സ് ആയിട്ട് അങ്ങ് ഇരുന്നോളും കേട്ടോ. മാക്സിമം നമ്മളിതുപോലെ നോർമൽ നീഡിലൊക്കെ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ, ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നല്ലോണം ലോക്ക് ഇട്ട് തന്നെ ചെയ്യുക, ബീഡ് വർക്കൊക്കെ ആകുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻക്വയറി ചെയ്താൽ മതി. പിന്നെ അതേപോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്, അതായത് എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ മറുപടി എനിക്ക് തരണം. കാരണം വെറുതെ വന്നിട്ട് എൻ്റെ സമയവും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എൻക്വയറി ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് പിന്നീട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ പറഞ്ഞെങ്കിലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ലാസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക. ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ഇഷ്ടമുള്ളവർ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിലെന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്